ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ അടുത്തൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇത് കണ്ടില്ലേ, ചക്കക്കുരു ഞാൻ വേവിച്ച് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും. അതല്ല ഇപ്പോഴത്തെ ഞാനൊരു വ്ളോഗ് എടുക്കാൻ പോകുന്നത്. ഞാൻ ചക്ക അപ്പം ഉണ്ടാക്കും. ഇന്നാണ് ഞാൻ ചക്ക വ്ളോഗ് ഇട്ടായിരുന്നു, ചക്കയപ്പം ഉണ്ടാക്കിയ ഒരു വ്ളോഗ് ഇട്ടായിരുന്നു. അപ്പം ഇന്ന് വിചാരിച്ചു നമ്മുടെ വാഴയിലയിൽ ഇലയപ്പം മാതിരി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം ചക്ക അരച്ച് എനിക്ക് എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നാണ് ചക്ക അരച്ചു. അതിനകത്ത് നമ്മൾ കുറച്ച് മാവ്, അരിപ്പൊടി ഇടാം. അരിപ്പൊടി നമുക്ക് ആവശ്യത്തിന് ഇടാം. അരിപ്പൊടി ഇത് ഞാൻ സ്വന്തമായിട്ട് പൊടിച്ചതാണ്. വീട്ടിലെ ഞാൻ സ്വന്തമായിട്ട് പൊടിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഏറെ ഇത്ര മതി. എന്താ പറയണ്ടേ, ഒരു 1/2 കിലോ മാവ് കാണും. അപ്പോൾ 1/2 കിലോ മാവിൻ്റെ കൂടെ നമ്മളിത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്ത് നമുക്ക് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുന്ന ആ പരുവത്തിന്, ഇലയപ്പം ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ ആ പരുവത്തിന് നമുക്ക് എടുക്കാം. കുറച്ചുകൂടെ പൊടി വേണം. നമുക്കിതിന് വേണ്ടുന്ന ശർക്കര, പിന്നെ നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതുണ്ട്. അപ്പം അതും കൂടെ ഇട്ടേക്കാം. ഇത് മുഴുവൻ അങ്ങ് ഇട്ടേക്കാം. ഏലക്ക പൊടിച്ചത്, ചുക്കൊന്നും വേണ്ട, ഏലക്ക പൊടിച്ചത് മതി. അപ്പം നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കാം. ഇലയട പോലെ നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. ഒന്നാമത് ഭക്ഷണ ഇല ഒന്നും ഇവിടെ ഇല്ല, കിട്ടാൻ മരത്തേലൊന്നും ഇല്ല. ഒന്നാമത് ഇല്ല ആ മരമൊന്നും. പിന്നെ വട്ടയില, അതാണ് മണ്ടയ്ക്ക, അത് നമുക്ക് എടുക്കാനും പാടാം. അപ്പം ഞാനിതൊന്ന് കുഴക്കട്ടെ. ഇനി നമുക്ക് അടുത്ത് എന്തോന്ന് വെച്ചാൽ, നമുക്ക് ഇച്ചിരി ശർക്കര, ഞാൻ പാനി കാച്ചതാണ്, ശർക്കര പാനി കാച്ചതാണ്. അപ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അപ്പം അരിക്കണമെങ്കിൽ ഞാൻ വേറെ ഇതിന് പോകണം. സോറി കേട്ടോ, എല്ലാം ഒന്ന്. അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ശർക്കര ഒന്ന് ഉരുക്കിയതാണ്. ഇത് കാണുന്നുണ്ടല്ലോ എൻ്റെ വ്ളോഗ്. ചക്കയപ്പത്തിനൊക്കെ ഒത്തിരി ആൾക്കാരും ഒത്തിരി പേര് കണ്ട ഇതുണ്ട്. എനിക്ക് ഇപ്പം ഞാനത് പറഞ്ഞുകൊണ്ട് എനിക്ക് കുറേ പേര് വ്യൂസൊക്കെ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഷോർട്സൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഞാൻ കുക്കിംഗ് മാത്രമല്ല, ഞാൻ ഷോർട്സും കൂടെ എടുക്കുന്നുണ്ട്. ഷോർട്സ് പല രീതിയിലും എടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് നോക്കിക്കോണേ. അതിൻ്റെ ഇടയ്ക്ക് ഈ മെഴുക്കോട്ടി ഒന്ന് നോക്കട്ടെ, അതൊന്ന് നോക്കിക്കോണേ. ഷോർട്സ് നല്ല രീതിയിലുണ്ട്. ആ ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ, പ്ലീസ്. അപ്പോൾ ഇതൊന്ന് കുഴക്കട്ടെ ഞാൻ. അപ്പം നമ്മൾ ഓരോ ഇല എടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഇലയപ്പം മാതിരി. അപ്പോൾ നമുക്ക് വട്ടയില അന്വേഷിക്കേണ്ട, ഒന്നും അന്വേഷിക്കേണ്ട. രാവിലത്തേനൊരു ഇതാകും. അപ്പം ഇങ്ങനെ മടക്കി നമുക്ക് ഓട്ടട പോലെ വെക്കാം. അങ്ങനെ ഓരോന്നും ചെയ്യാം. ഇതാരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇലയിൽ? നമ്മൾ സാധാരണ അരിയും പിന്നെ അരിപ്പൊടി ഇട്ടാണ് നമ്മൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പം ഇത് നോക്ക്, ഇതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണേ. ഇലയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നമുക്ക് വട്ടയിലയും വേണ്ട, ഒന്നും വേണ്ട. രാവിലത്തേന്
രാവിലത്തേനും കഴിക്കാനും ആകും. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ച് എടുക്കണ്ടേ. ഇനി സ്കൂളിൽ നിന്ന് പിള്ളേർ വരുമ്പോൾ ഇതാണ് ഞാനിപ്പോൾ നാസ്തയായിട്ട് അല്ല എന്തുവാ വൈകിട്ടത്തെ സ്നാക്സ് ആയിട്ട് കൊടുക്കുന്ന ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് പരീക്ഷിക്കാമേ. അപ്പോൾ ഇത് ഞാൻ മൊത്തം ഉണ്ടാക്കട്ടെ. അപ്പം ഞാനതെല്ലാം മടക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവുമ്പോൾ നമുക്കിത് ഉണ്ടല്ലേ ഇലയപ്പം മാതിരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് ആവി കൊണ്ട് വേവിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ വ്ലോഗ് കണ്ടിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എൻ്റെ ചേച്ചിമാരായാലും എൻ്റെ ചേട്ടന്മാരായാലും എൻ്റെ അനിയത്തിമാരായാലും എൻ്റെ ആങ്ങളമാരായാലും എൻ്റെ മക്കളായാലും മറക്കാതെ ഓരോരുത്തരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഞാൻ കാണിക്കാമേ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ചക്കയപ്പം ഒന്ന് നോക്കിക്കളയാം. തുറക്കാൻ പാടാം. ടൈറ്റാക്കി വെച്ചു. അപ്പം നമ്മുടെ ഇതൊന്ന് ഇതാക്കി വെച്ചിരിക്കുകയാണേ. ഇതാ എൻ്റെ ചക്കയുടെ എൻ്റെ ചക്കയുടെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചൂടാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യുക മറന്നുപോയത്. എൻ്റെ ചക്കയട എങ്ങനെയുണ്ട്? ചക്കയപ്പത്തിനെക്കാട്ടി നല്ലതല്ലേ? ഓട്ടട മാതിരി. ഓക്കെ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടല്ലോ, ഒന്നുകൂടെ കാണിച്ചേക്കാം. ഇത് ഇതാക്കണമെങ്കിൽ നല്ല ചൂടാണ്. അപ്പോൾ ഓക്കെ, ബൈ.